സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ MSME രജിസ്ട്രേഷൻ എന്താണ് എന്നും മുദ്രാ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. ആദ്യം എന്താണ് MSME രജിസ്ട്രേഷൻ എന്ന് പറയാം. ചെറുകിടവും ഇടത്തരവുമായിട്ടുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണിത്. MSME രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും. MSME നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നികുതി ഇളവുകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ, സർക്കാർ ടെൻഡറുകളിൽ മുൻഗണന, പേറ്റന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സബ്സിഡി, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു അംഗീകാരം കിട്ടുന്നത് പോലെയാണിത്. ഇനി നമുക്ക് മുദ്രാ ലോണിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ സഹായമാണ് മുദ്രാ ലോൺ. മുദ്രാ ലോൺ പ്രധാനമായിട്ടും 4 തരമാണ്: ശിശു, കിഷോർ, തരുൺ പ്ലസ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലോൺ തുക വ്യത്യാസപ്പെടാം. ലോൺ എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ബിസിനസ് പ്ലാൻ ആണ്. വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കും, എത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ വേണം. 2, ആവശ്യമായ രേഖകൾ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 3, കൃത്യമായ തിരിച്ചടവ് ശേഷി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 7 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ള ലോണാണ് മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായ തിരിച്ചടവ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിബിൽ സ്കോറിനെ കാര്യമായിട്ട് ബാധിക്കും. 4, വ്യാജ വാഗ്ദാനങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ എളുപ്പമാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു വരുന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. ബാങ്ക് ത്രൂ അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ മാത്രം ലോണിന് അപേക്ഷിക്കുക. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുദ്രാ ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ MSME രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ NFBI ഫിനാൻഷ്യൽസുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ എൻക്വയറീസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.